ശബരിമലയിൽ ദർശനത്തിനെത്തിയ ആന്ധ്ര സ്വദേശിയായ 43-കാരി എരുമേലിയിൽ യാത്ര അവസാനിപ്പിച്ചു. കോട്ടയത്തെത്തിയപ്പോൾ തന്നെ പ്രതിഷേധമുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് പോലീസ് ഇവരെ അറിയിക്കുകയായിരുന്നു. തുടർന്നിവർ നിലയ്ക്കൽ വരെ പോകൂ എന്ന് പോലീസിനെ അറിയിച്ചു. ഇതിനെ തുടർന്നാണ് പോലീസ് സുരക്ഷയിൽ യാത്ര തുടരുന്നത്. എന്നാൽ എരുമേലി എത്തിയപ്പോഴേക്കും ഭക്തരുടെ പ്രതിഷേധത്തിൽ ഭയന്ന് അവർ യാത്ര അവസാനിപ്പിക്കുകയായിരുന്നു. എരുമേലിയിലാണ് 43-കാരിയായ വിജയലക്ഷ്മി പരാജയം സംബന്ധിച്ച് യാത്ര അവസാനിപ്പിച്ചത്. ഒപ്പം വന്ന 21 പേർ നിലയ്ക്കലിലേക്ക് പോയി. ഇരുമുടിക്കെട്ടുമായാണ് യുവതി വന്നത്. ഏത് പ്രായത്തിലുമുള്ള സ്ത്രീകൾക്കും ശബരിമലയിൽ ദർശനം നടത്താമെന്ന സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് യുവതി ദർശനത്തിനെത്തിയതെന്നാണ് അറിയിച്ചിരിക്കുന്നത്. സ്ത്രീയുടെ ശാരീരിക പ്രത്യേകതകൾ വിശ്വാസത്തിന് എതിരല്ല എന്നായിരുന്നു കോടതിയുടെ നിരീക്ഷണം. സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ശബരിമല ദർശനത്തിന് നേരത്തെ എത്തിയിരുന്ന യുവതികളെ ബിജെപിയുടെ പിന്തുണയോടെ ശബരിമല കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ തടഞ്ഞ് ശബരിമലയിൽ സംഘർഷത്തിന് ഇടയായിരുന്നു. ഇതേ തുടർന്നാണ് പത്തനംതിട്ട ജില്ലാ കളക്ടർ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചതും. അതേസമയം മലചവിട്ടാൻ വീണ്ടും യുവതികൾ എത്തുന്നുവെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. ചെന്നൈ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന സ്ത്രീ ശാക്തീകരണ സംഘടനയായ മനിതിയുടെ നേതൃത്വത്തിൽ വനിതകളുടെ സംഘം ശനിയാഴ്ച ശബരിമലയിലേക്ക് തിരിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. സംഘത്തിൽ 50ഓളം വനിതകൾ ഉണ്ടാകുമെന്നും ശനിയാഴ്ച ഉച്ചകഴിഞ്ഞാണ് യാത്ര പുറപ്പെടുന്നതെന്നും മനിതി കോർഡിനേറ്റർ സെൽവി പറഞ്ഞിരുന്നു. എവിടെ നിന്നാണ് യാത്ര തുടങ്ങുക, ഏത് മാർഗമാണ് എത്തുക തുടങ്ങിയ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. ഇവർ ഞായറാഴ്ച കേരളത്തിൽ എത്തുമെന്നാണ് റിപ്പോർട്ടുകളുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ശബരിമലയിലും പരിസരത്തും പോലീസ് സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. ഇവർ എത്തുമ്പോൾ സംഘർഷത്തിന് സാധ്യതയുണ്ടെന്ന് സംസ്ഥാന രഹസ്യാന്വേഷണ വകുപ്പിന്റെ സൂചനയെ തുടർന്നാണ് നടപടി. നിലയ്ക്കലിനപ്പുറത്തേക്ക് യുവതികൾ പോയാൽ വലിയ സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടാകും. ശബരിമലയിൽ ദിവസവും 1 ലക്ഷത്തിലധികം തീർത്ഥാടകർ ഇപ്പോൾ എത്തുന്നുണ്ട്. അവർ യുവതികൾക്കെതിരെ തിരിയാനാണ് സാധ്യതയെന്നാണ് പോലീസ് വിലയിരുത്തൽ. സന്നിധാനത്ത് സംഘപരിവാറുകാരും തമ്പടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കരുതലോടെയാകും പോലീസ് വിഷയത്തെ കൈകാര്യം ചെയ്യുക. ചെന്നൈയിൽ നിന്ന് 12 വനിതകളും മധുരയിൽ നിന്ന് 2 പേരും മധ്യപ്രദേശിൽ നിന്നും ഒഡീഷയിൽ നിന്നും 5 പേർ വീതവും കേരളത്തിൽ നിന്ന് 25 പേരും സംഘത്തിലുണ്ടാകുമെന്നാണ് സെൽവി പറഞ്ഞത്. കേരളത്തിൽ ഒരു സ്ഥലത്ത് തങ്ങൾ ഒത്തുചേരുമെന്നും അവിടെ നിന്ന് പമ്പയിലേക്ക് പോകുമെന്നും മനിതി വൃത്തങ്ങൾ അറിയിച്ചു. ട്രാൻസ്ജെൻഡറുകളും സംഘത്തിനൊപ്പം ഉണ്ടെന്നാണ് വിവരം. പമ്പയിലെത്തി മാലയിട്ട് ശബരിമലയിലേക്ക് പോകാനാണ് തീരുമാനം. കേരളത്തിലെ ഒരു സംഘം പുരുഷന്മാരും തങ്ങൾക്ക് പിന്തുണ അറിയിച്ചിട്ടുണ്ടെന്ന് സെൽവി വ്യക്തമാക്കി. മാധ്യമങ്ങളിലൂടെ അറിയിച്ചതിനപ്പുറം ഇവരുടെ വിവരങ്ങളെക്കുറിച്ച് ഒരു സന്ദേശവും കിട്ടിയില്ല എന്നാണ് കോട്ടയം ജില്ലാ പോലീസ് മേധാവി എസ് ഹരിശങ്കർ പറഞ്ഞത്. അവരുടെ സംഘവുമായി ബന്ധപ്പെട്ടിരുന്നു. യാത്രയെക്കുറിച്ച് അന്തിമ തീരുമാനമായില്ല എന്നാണ് ഇവർ പറഞ്ഞത്. വരുമെന്നറിയിച്ചതിനാൽ ആവശ്യമായ സംരക്ഷണം നൽകാൻ ശ്രമിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ചെന്നൈയിൽ നിന്നെത്തുന്ന വിവിധ തീവണ്ടികൾക്ക് പുറമെ ബസ് മാർഗം എത്താനും ശ്രമിക്കുമെന്ന് സംഘങ്ങളിൽ ഒരാളും ആദിവാസി വനിതാ പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന പ്രസിഡന്റുമായ വയനാട് സ്വദേശി അമ്മിണി പറഞ്ഞിരുന്നു. ഞായറാഴ്ച പുലർച്ചെ 5-നും 8-നും ഇടയിൽ കോട്ടയത്ത് ഒന്നിക്കുമെന്ന് വിചാരിക്കുന്നു. ബസ്സിലെത്തിയാലും റെയിൽവേ സ്റ്റേഷനിൽ ഒന്നിച്ചുകൂടും. ഇവിടെ സണ്ണി കപ്പിക്കാട് അടക്കമുള്ളവർ സ്വീകരിക്കാൻ എത്തുമെന്നും അമ്മിണി വ്യക്തമാക്കിയിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.